ഇല്ല. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. മോൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഓർമ്മ വരുന്നില്ല. ഇവിടെ വെച്ചാ മോക്ക് അപകടം പറ്റിയത്. ആ ദേവിക ഏർപ്പാടാക്കിയ ഗുണ്ടകൾ മോളെ അടിച്ചു വീഴ്ത്തിയത്. ദേവിക ഏർപ്പാട് ചെയ്ത ആളുകളോ? അതേ മോളെ, അവക്കല്ലാതെ മോളോട് വേറെ ആർക്കാ ഇത്ര ശത്രുത? ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാ മോളന്ന് രക്ഷപ്പെട്ടത്. എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ. ഇതൊരു ചികിത്സയായിട്ട് കണ്ടാ മതി. ഇല്ല, എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞതൊന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടവുമല്ല. മറക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസം. അതെ, അതങ്ങനെ തന്നെ ആവട്ടെ. എന്തിനാ വെറുതെ ആ നശിച്ച ദിവസം ഓർക്കുന്നേ? അപ്പോ മോക്കൊന്നും ഓർമ്മയില്ല? ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വെറുതെ മെനക്കെടണ്ടെന്ന്. സത്യമായിരിക്കും ഇവിടെ പറയുന്നത്. എന്തോ എനിക്കൊട്ടും വിശ്വാസം വരുന്നില്ല. എൻ്റെ അമ്മ, അത് അമ്മയുടെ കുഴപ്പമാണ്. എനിക്കൊരു സംശയമില്ല. നിത്യക്കൊന്നും ഓർമ്മയില്ല. എന്താ രണ്ടാളും കൂടി? മോൾ എന്ത് പാവോന്ന് പറയുമായിരുന്നു. എന്നാലും മോക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. ചെയ്തത് ആരായാലും അവന്റെ തല പൊട്ടിത്തെറിക്കും. അമ്മേ എന്ന് വെച്ചാ പൊട്ടിത്തെറിക്കുമെന്നാണോ അർത്ഥം? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതിന് നീ എന്തിനാ പേടിക്കുന്നേ? കേട്ടോ മോളെ, ഇപ്പോഴേ എനിക്ക് സമാധാനമായത്. ഞാൻ കരുതിയത് ഇവിടെ വരുമ്പോ മോക്കെല്ലാം ഓർമ്മ വരുമെന്നാ. വന്നാ പിന്നെ അതിന്റെ പുറകെ നടക്കണം. പ്രതികാരം, പാക്ക. ഇനിയിപ്പോ അതൊന്നും വേണ്ടല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് സൂക്ഷിച്ചാ മതി. അല്ലേടെ മോനെ? പിന്നല്ലാതെ ഞാൻ വേണമായിരുന്നു അന്ന്. ദൈവം ഓരോ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ എല്ലാം നടക്കൂ. അപ്പോ അമ്മേ മോള് വാ. എന്റെ നിരഞ്ജ, നീ എന്താ അക്ഷരയ്ക്ക് പഠിക്കുവാണോ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇപ്പൊ ഈ ജ്യൂസ് എല്ലാം കൂടി തട്ടി തൂവി പോയേനെ. സോറി അപ്പച്ചി, ഞാൻ കണ്ടില്ലായിരുന്നു. ആ, കാണത്തില്ല. അത് പിന്നെ അങ്ങനെയല്ലേ നിരഞ്ജ, പ്രായമാകുമ്പോഴേ കണ്ണിന്റെ കാഴ്ചശക്തിയൊക്കെ താനെ കുറയും. ഡോക്ടർ പഠിത്തത്തിന് പോയപ്പോ ഇതൊന്നും പഠിച്ചില്ലായിരുന്നു. എന്റെ അപ്പച്ചി സമ്മതിച്ചു. ഈ വീട്ടിൽ പ്രായമാകാത്തത് അപ്പച്ചിക്ക് മാത്രം. ഇതുകൊണ്ടാ നിരഞ്ജനെ എനിക്കിഷ്ടം. ഉള്ള സത്യം മുഖത്ത് നോക്കി അങ്ങ് പറയും. കുറച്ച് ജ്യൂസ് എടുക്കട്ടെ നിരഞ്ജ? ഏയ് വേണ്ട അപ്പച്ചി. എന്നാ പിന്നെ ഞാൻ കുടിച്ചോട്ടെ. അത് പിന്നെ അപ്പച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനാ വന്നത്. അയ്യോ നിരഞ്ജ,
സത്യമായിട്ടും ഞാനൊന്ന് പറഞ്ഞതൊക്കെ നേര് തന്നെയാ. ഈ കഴുത്തിലും കാതിലും കിടക്കുന്നതെല്ലാം റോൾഡ് ഗോൾഡാ. ഒരു തരി പൊന്നുപോലും ഇല്ല. പത്രാസ് കാണിക്കാൻ വെറുതെ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കുന്നേ ഉള്ളൂ. അപ്പച്ചി പേടിക്കണ്ട, ഞാൻ സ്വർണവും പണമൊന്നും ചോദിക്കാൻ വന്നതല്ല. അപ്പച്ചിക്ക് അറിയാവുന്ന പഴയ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാ വന്നത്. ഓ, ഇപ്പോഴാശ്വാസമായത്. ആ, ഇനി ചോദിക്കും. നിരഞ്ജൻ എന്താ അറിയണ്ടേ? അക്ഷരയുടെ അമ്മയുടെ മരണത്തെക്കുറിച്ചാ എനിക്കറിയേണ്ടത്. അതേപ്പറ്റി ഞാൻ എങ്ങനെ അറിയാനാ? അന്നത്തെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഈ വീട്ടിലൊന്ന് കാലുകുത്താൻ പോലും എനിക്ക് അനുവാദം ഇല്ലാത്ത സമയമായിരുന്നു. പക്ഷേ എന്റെ ആങ്ങളെ അറിയാതെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ മായമ്മ. അതുകൊണ്ട് തന്നെ എനിക്ക് അവസാനമായിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരും അറിയാതെ കണ്ടു മടങ്ങുകയും ചെയ്തു. എന്നിട്ട് അപ്പച്ചി തന്നെയല്ലേ അക്ഷരോട് പറഞ്ഞത് അമ്മയുടെ മരണം കൊലപാതകമാണെന്ന്? അങ്ങനെ പറയാൻ എന്താ കാരണം? അതെ, എനിക്ക് അങ്ങനെ അങ്ങ് തോന്നി, പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പച്ചി അതങ്ങനെ വെറുതെ പറഞ്ഞല്ലെന്ന് എനിക്കറിയാം. ഒന്നുമല്ലെങ്കിലും അപ്പച്ചിയെ സഹായിച്ച ആളല്ലേ അക്ഷരയുടെ അമ്മ. അതിന്റെ ഒരു നന്ദിയെങ്കിലും ആ ആത്മാവിനോട് കാണിക്കണ്ടേ? അത് പിന്നെ നിരഞ്ജ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ, എനിക്ക് സംശയം ആ നഴ്സിനെ തന്നെയാ, സീതാലക്ഷ്മി. ഇപ്പോഴത്തെ സീതാലക്ഷ്മി തങ്കച്ചി. അവർക്കല്ലാതെ ഈ ലോകത്തൊരാൾക്കും മായാരഞ്ജിനിയോട് പകയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വേറെ ഒരു സാധ്യത കൂടിയുണ്ട്. എന്താ? ആ കൊലയാളി ചിലപ്പോ സ്വാമിയാവാനും സാധ്യതയുണ്ട്.